ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നു വരുന്ന എൻ്റെ എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 1201 മലയാള വർഷം കന്നിമാസത്തെ രാശി കൂറുഫലമാണ് ഞാൻ പറയുന്നത്. കന്നിമാസത്തെ രാശി കൂറുഫലം. മേടക്കൂറിന്റെ ഫലമാണ് ആദ്യം പറയുന്നത്. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രത്തിന്റെ കന്നിമാസത്തെ ഫലം. അശ്വതി, ഭരണി, കാർത്തിക, കാലി ഈ നക്ഷത്രത്തിന്റെ ഫലമാണ് ആദ്യം പറയുന്നത്. സഹോദരനുമായിട്ടുള്ള തർക്കം, നേരത്തെയുള്ള സഹോദരനുമായിട്ടുള്ള തർക്കം അവസാനിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ മാസം. സഹോദരനുമായിട്ടുള്ള തർക്കം തീരും. ജോലിയിൽ സമാധാനം കുറയാൻ സാധ്യതയുണ്ട്. ഭൂമി വിൽപ്പന കരാർ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടും. ഭൂമി വിൽക്കാനായിട്ട് ശ്രമിക്കും. ഭൂമി വിൽപ്പന സംബന്ധമായ കരാറിൽ ഏർപ്പെടും. പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനലാഭം ഇവരെ തേടിയെത്താവുന്ന ഒരു സമയമാണ് ഈ കന്നിമാസത്തിലെ ഈ മേടക്കൂറുകാർക്ക്. പ്രതീക്ഷിക്കാതെ ധനലാഭം ഉണ്ടാവും. കൂട്ടുകച്ചവടം മതിയാക്കി സ്വന്തമായി കച്ചവടം തുടങ്ങാനായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരും. കൂട്ടുകച്ചവടം ഇവർക്ക് മതിയാക്കി ഇവർക്ക് സ്വന്തമായി കച്ചവടം ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ മാസം. ശാരീരിക അസ്വസ്ഥതകൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും. കൊടുത്ത ധനം തിരിച്ചു കിട്ടാനായിട്ട് വളരെ താമസം വരുന്ന ഒരു കാലമാണ്. ഇവര് കയ്യിൽ നിന്ന് കൊടുത്തിട്ടുള്ള കാശ് അവർക്ക് തിരിച്ചു കിട്ടാൻ കുറച്ച് താമസം വരാൻ സാധ്യത കാണുന്നുണ്ട്. മേടക്കൂറിന്റെ ഫലമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി പറയുന്നത് കന്നിമാസത്തെ ഇടവക്കൂറിന്റെ ഫലമാണ്. 1201 കന്നിമാസത്തെ ഇടവക്കൂറിന്റെ ഫലം. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം, അര ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റിയ ഒരു സമയമായിരിക്കും ഈ സമയം. വിറ്റ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച്. ഇവർ വസ്തു എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ആ വിറ്റ വസ്തു ഇവർക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള അവസരം വരാൻ സാധ്യതയുണ്ട്. മനക്ലേശത്തിന് കാരണം വന്നുകൂടും. എന്നാലും മനക്ലേശപരമായിട്ടുള്ള കാരണങ്ങൾ ഇവർക്ക് വന്നുകൂടും. ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുഗുണം ഉണ്ടാവും. എന്നാൽ ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണമുണ്ടാവുന്ന ഒരു സമയമായിരിക്കും. ദൂരയാത്രക്ക് പോകാൻ അവസരം വരും. ഇവരെ സംബന്ധിച്ച് ദൂരയാത്ര പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം വരും. ദാമ്പത്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള ഒരു സമയമാണ് ഈ ഇടവക്കൂറുകാർക്ക് കന്നിമാസത്തില്. സഹോദരനുമായിട്ടുള്ള അല്ലെങ്കിൽ സഹോദര ഗുണം കുറയാനായിട്ടുള്ള സാധ്യതയാണ് ഈ മാസത്തില്. ആദരവും അംഗീകാരവും ഇവരെ തേടി വരും. ഇവർക്ക് ആദരവ് കിട്ടാവുന്ന ഒരു സമയമാണ്. അംഗീകാരങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ്. ഭാര്യ സ്വത്ത് കിട്ടാനായിട്ട് ഇടയാവുന്ന ഒരു സമയവും കൂടിയാണ്. ഭാര്യ സംബന്ധമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു സമയവും കൂടാണ്. കുടുംബ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനും പറ്റിയ ഒരു സമയമായിരിക്കും ഇവിടെ ഈ സമയം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാലി. മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാലി ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് കന്നിമാസത്തില് രാശിക്കൂറ് ഫലം എന്താണെന്ന് നോക്കാം. ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ജോലി സംബന്ധമായി ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും. ഈ സമയത്ത് ഇവർ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നതായിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കും. ഈ സമയത്ത് മക്കളുടെ വിദ്യാഭ്യാസ, കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് മെച്ചമായ ഒരു അവസ്ഥയായിരിക്കില്ല ഉണ്ടാവുന്നത്.
കൃഷിയിൽ നിന്ന് നേട്ടം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നഷ്ടമായിരിക്കും കൃഷിയിൽ നിന്നും ഉണ്ടാകുന്നത്. നാൽക്കാലികളെ വളർത്തുന്നവർക്ക് ഗുണകരമാണ്. എന്നാൽ നാൽക്കാലികളെ സംബന്ധിച്ച് ഇവർക്ക് ഗുണകരമായ ഒരു സമയമായിരിക്കും. നാൽക്കാലി ഗുണമുണ്ടാകും. ശാരീരിക സുഖം കുറയും. ശാരീരികമായ ഒരു സുഖം കുറയുന്ന സമയമായിരിക്കും. ശത്രുദോഷങ്ങൾ ഏൽക്കാൻ ഇടവരും. ശത്രുക്കളിൽ നിന്നും ശത്രുദോഷം ഏൽക്കാനായിട്ട് വരുന്നതാണ്. കലാകാരന്മാർക്ക് ഗുണകരമല്ല ഈ സമയം. കലാകാരന്മാർക്ക് ഗുണകരമല്ല. പൊതുപ്രവർത്തകർക്കും നേട്ടങ്ങൾ കുറയുന്ന ഒരു സമയമാണ് ഈ മിഥുനക്കൂറിൽ വരുന്ന മകീരമര, തിരുവാതിര, പുണർദം, മുക്കാൽ ഇവരുടെ കന്നിമാസത്തെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.